ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നല്ലൊരു സ്റ്റോറിയാണ് വായിക്കാൻ പോകുന്നത്. ഈ സ്റ്റോറിയുടെ പേരാണ് ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ഭാഷ. ഈ കഥ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. ആദ്യത്തെ ഭാഗമാണ് ദി സൂത്തിങ് സോങ്. സൂത്തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാന്ത്വനിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന. അപ്പോൾ എ സൂത്തിങ് സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനിപ്പിക്കുന്ന പാട്ട്. ഇൻ റഷ്യ there lived a rich merchant. റഷ്യയിൽ ഒരു ധനികനായിട്ടുള്ള ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. മർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ വ്യാപാരി അല്ലെങ്കിൽ കച്ചവടക്കാരൻ. ഹി ഹാഡ് എ സെർവൻറ്റ്. അയാൾക്കൊരു വേലക്കാരനുണ്ടായിരുന്നു. എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് കോൾഡ് ഇവാൻ. വളരെ ബുദ്ധിമാനും അതുപോലെ തന്നെ നല്ല ധീരനുമായിട്ട് ഉള്ള കുട്ടിയായിരുന്നു ഇവാൻ. ദ മെർച്ചൻ്റ് വാസ് എ ക്രൂവൽ മാൻ. ഈ കച്ചവടക്കാരൻ ഒരു ക്രൂരനായിരുന്നു. ഹി മെയ്ഡ് ഇവാൻ ടോയിൽ ഫ്രം ഡൗൺ ടു ഡസ്ക്. അദ്ദേഹം ഇവാനെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചിരുന്നു അല്ലേ. ടോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനാധ്വാനാണ് കേട്ടോ. ഫ്രം ഡൗൺ ടു ഡസ്ക്, രാവിലെ മുതൽ ഡസ്ക് എന്ന് വെച്ചാൽ സന്ധ്യ വരെ പണിയെടുപ്പിച്ചിരുന്നു. ഓക്കെ. ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവാന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക് ഇവൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ്. അപ്പോൾ ജോലിക്ക് ശേഷം ഇവൻ വന്ന് അവൻ്റെ ബെഡിൽ ഇങ്ങനെ കിടക്കും. ദെൻ എ നൈറ്റിംഗേൾ വുഡ് സ്റ്റാർട്ട് സിംഗിങ് സ്വീറ്റ് സോങ് ടു ഹിം. പിന്നീട് ഒരു നൈറ്റിംഗേൾ വന്നിട്ട് ഇങ്ങനെ നല്ല സ്വീറ്റായിട്ട് പാട്ട് പാടും. നൈറ്റിംഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാനമ്പാടി. എവറി നൈറ്റ് ദ നൈറ്റിംഗേൾ യൂസ് ടു സിംഗ് ഫോർ ഹിം. എല്ലാ രാത്രിയിലും ഈ വാനമ്പാടി വന്ന് ഇങ്ങനെ പാട്ട് പാടും. ഹീ കുഡ് നെവർ സീ ദ നൈറ്റിംഗേൾ ആസ് ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. പുറത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് ഇവാൻ ഒരിക്കലും ആ പക്ഷിയെ കണ്ടിരുന്നില്ല. ബട്ട് ഇറ്റ് സോങ് സൂത്ത് ഹിം ടു സ്ലീപ്പ്. പക്ഷേ അവൻ്റെ ഉറക്കിനെ നല്ലോണം സാന്ത്വനിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടായിരുന്നു അത് പാടിക്കൊണ്ടിരുന്നത് അല്ലേ. വാട്ട് എ ലവ്ലി സോങ്. എന്തൊരു രസമുള്ള പാട്ടത്. ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിങ്സ്. എന്ത് നന്നായിട്ടാണ് ഇത് പാടുന്നത്. ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് സോങ്. പക്ഷെ എന്താണ് ഇതിൻ്റെ അർത്ഥം, ഈ പാട്ടിൻ്റെ ഒക്കെ അർത്ഥം എന്താ. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഇവാൻ വുഡ് തിങ്ക്. അപ്പോൾ ഇവാൻ ചിന്തിച്ചു, എനിക്ക് ഈ പക്ഷികളുടെ ഭാഷ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ ഈ പക്ഷികളൊക്കെ എന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇവാൻ ഇങ്ങനെ ചിന്തിക്കും. അടുത്ത ഭാഗം നോക്കാം. ദ ലിറ്റിൽ ബേർഡീസ്. ഇതാ ഇല്ല കേട്ടോ, ലിറ്റിൽ ബേർഡീസ്. കണ്ടോ ഈ ചിത്രം നോക്കൂ. കുറച്ച് കുഞ്ഞു മക്കളുണ്ടല്ലേ, 4 കിളിക്കുഞ്ഞുങ്ങളുണ്ട്. ഇവാൻ എന്താ ചെയ്യുന്നത്, ഇവാൻ്റെ ജാക്കറ്റ് ഇങ്ങനെ അഴിച്ച് പിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കഥ നോക്കാം. One day the merchant sent Ivan to the forest to fetch firewood. ഒരു ദിവസം ഇവാൻ്റെ വ്യാപാരി ഇവാനെ കാട്ടിലേക്ക് അയച്ചു. എന്തിന്, വിറക് ശേഖരിക്കാൻ വേണ്ടി. Soon the wind rose, the sky became clouded, the lightning flashed, the thunder roared loudly and the rain fell heavily. അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ നല്ല കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി അല്ലേ. The wind rose, the sky became clouded, the lightning flashed. ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ എന്താ, മിന്നലാണല്ലേ. തണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയാണ്. ഓക്കെ. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘമാണ് കേട്ടോ. സ്കൈ ബിക്കേം ക്ലൗഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം നിറച്ച് മേഘമായി, എന്നിട്ട് മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. ഇവാൻ സൂൺ റാൻ ടു ദ ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ. അപ്പോൾ ഇവാൻ ഓടിയിട്ട് ഒരു വലിയ മരത്തിലേക്ക് ഓടിപ്പോയിട്ട് അഭയം തേടി. ഹി സോ എ ബിഗ് നെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ആ വലിയ മരത്തിൽ ഒരു കൊമ്പിൽ എന്ത് കണ്ടു, ഹി സോ എ ബിഗ് നെസ്റ്റ്. സോ എന്ന് പറഞ്ഞാൽ കണ്ടു, ഒരു വലിയ കൂട് കണ്ടു അല്ലേ. 4 സ്മോൾ ബേർഡ്സ് were there in the nest and there was no one to protect them from the wind and rain. അപ്പോൾ 4 കുഞ്ഞു കിളികളുണ്ട് ആ കൂട്ടിൽ അല്ലേ. എന്നിട്ടോ അവരെ ആരും സംരക്ഷിക്കാനില്ല. ഈ മഴയത്തും കാറ്റത്തും ആരും സംരക്ഷിക്കാനില്ലാതെ 4 കുഞ്ഞു കിളികൾ. ഇവാൻ ഫെൽ പിറ്റി ടു ദം. ഇവാൻ അവരോട് ഭയങ്കര പാവം തോന്നി. ഹി ക്ലൈംബ് ദ ട്രീ ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. അപ്പോൾ ഇവാൻ എന്ത് ചെയ്തു, ആ മരത്തിൽ കയറിയിട്ട് ഇവാൻ്റെ ക്ലോത്ത് അഴിച്ചിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ കവർ ചെയ്തു കിളിക്കുഞ്ഞുങ്ങളെ. വെൻ ദ തണ്ടർസ്റ്റോം വാസ് ഓവർ ദ മദർ ബേർഡ് കെയിം ബാക്ക്. അപ്പോൾ ഇടി മിന്നലൊക്കെ അവസാനിച്ചപ്പോൾ അമ്മക്കിളി പറന്നു വന്നു. ദ ടീച്ചിങ് ബേർഡ്. ഓക്കെ, ഇനി അടുത്ത സെഷനാണ് ദ ടീച്ചിങ് ബേർഡ്. താങ്ക് യു ഇവാൻ. അമ്മക്കിളി പറയും, താങ്ക് യു ഇവാൻ, യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. അമ്മക്കിളി എന്താ പറഞ്ഞത്, നീ എൻ്റെ മക്കളെ സംരക്ഷിച്ചു. എന്തെന്നാ,
നിന്നും തണുപ്പിൽ നിന്നൊക്കെ നീ എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. നിനക്ക് എന്തെങ്കിലും ഒന്ന് ഇതിന് പകരമായിട്ട് ചെയ്തു തരണം. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. എനിക്ക് എന്താണ് നിനക്ക് ചെയ്തു തരാൻ പറ്റുക, പറ. ഇവാൻ വാസ് സർപ്രൈസ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. അപ്പോൾ ഇവാന് ഭയങ്കര അത്ഭുതം തോന്നി സംസാരിക്കുന്ന പക്ഷിയെ കണ്ടപ്പോൾ അല്ലേ. ഇവാൻ ആൻസേർഡ്, യു നോ അവർ ലാംഗ്വേജ്. നിനക്ക് ഞങ്ങളുടെ ഭാഷ അറിയോ? വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്. നിൻ്റെ ഭാഷ എന്നെ പഠിപ്പിക്കുമോ? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ ഭാഷ. അപ്പോൾ അമ്മക്കിളി പറയും, സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു വിൽ ഷോൾ നോ ഇറ്റ് ആസ് വി ഡു. അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്ക്, എൻ്റെ കൂടെ നിൽക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയും, ഞങ്ങളുടെ ഭാഷ മനസ്സിലാവും എന്ന് പറയും. ഇവാൻ റിമൈൻഡഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ ഫ്യൂ ഡേയ്സ്. അപ്പോൾ ഇവാൻ എന്ത് ചെയ്യും? ഈ കാട്ടിൽ കുറച്ച് ദിവസം നിൽക്കും. ഹി ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. അമ്മക്കിളിയിൽ നിന്നും ഈ കിളികളുടെ ഭാഷ പഠിക്കും. ഇവാൻ റിട്ടേൺ ഹോം ഹാപ്പിലി. എന്നിട്ട് ഇവാൻ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തും. അടുത്ത ഭാഗമാണ് ദ സീക്രട്ട്. ഈ ചിത്രത്തിൽ നോക്കി ഈ കിളി എന്തോ ഇവാൻ്റെ കാതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. ഓക്കെ, എന്താണത്? ദാറ്റ് നൈറ്റ് ഇവാൻ വാസ് ലിസ്ണിംഗ് ടു ദി സോങ് ഓഫ് ദി നൈറ്റിംഗേൾ. അപ്പോൾ അന്ന് രാത്രി ഇവാൻ ആ വാനമ്പാടിയുടെ പാട്ട് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. നൗ ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. ഇപ്പോൾ ഇവാൻ അതിൻ്റെ അർത്ഥം അറിയാം അല്ലേ. ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. ഇവാൻ ആ കിളികളുടെ ഭാഷയിൽ ഇങ്ങനെ എന്ത് പറഞ്ഞു? ആ കിളിയോട് സംസാരിച്ചു. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്. അപ്പോൾ ആ കിളി ചോദിച്ചു, നിനക്ക് ഞങ്ങളുടെ ഭാഷ എങ്ങനെ അറിയാം? ഫ്ലൈങ് ടുവേർഡ്സ് ഹിം ദ നൈറ്റിംഗേൾ ആസ്ക്ഡ്. എങ്ങനെയാണ്? ഈ ഇവാൻ്റെ അടുത്തേക്ക് പറന്ന് വന്നിട്ടാണ് കേട്ടോ ചോദിച്ചത്, നീ എങ്ങനെ പഠിച്ചു ഞങ്ങളുടെ ഭാഷ? ഇവാൻ ടോൾ ദ വോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൾ. അപ്പോൾ ഇവാൻ എന്ത് ചെയ്തു? അവൻ്റെ എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തു. കാട്ടിൽ പോയതും ഈ കിളിക്കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചതും കിളികളുടെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നൈറ്റിംഗേളിനോട് പറയും, ഈ വാനമ്പാടിയോട് പറയും. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു. എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. ദ ബേർഡ് സെയ്ഡ്. ആ ബേർഡ് പറയും. വാട്ട് ഈസ് ഇറ്റ്? ഇവാൻ ആസ്ക്ഡ്. അപ്പോൾ ഇവാൻ ചോദിക്കുക, എന്താ അത്? ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രട്ട് ഇവാൻസ് ഇയേഴ്സ്. അപ്പോൾ ഈ ബേർഡ് ആ രഹസ്യം ഇവാൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവാൻ ദ മെർച്ചൻ്റ് കോൾഡ് ഹിം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ വ്യാപാരി വിളിക്കും, ഇവാൻ എന്നുറക്കെ വിളിക്കും. ദ നൈറ്റിംഗേൾ ഫ്ലൂ അവേ. അത് കേട്ട് ഈ വാനമ്പാടി പറന്നു പോകും. അടുത്ത ഭാഗം എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. ഓക്കെ, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ നടക്കുന്ന ഒരു കാര്യം നേരത്തെ പറയുന്നതാണ് പ്രഡിക്ഷൻ അല്ലേ. ഇപ്പം പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവചനം, ഒരു കാര്യം നേരത്തെ കൂട്ടി പറയുന്നതാണ് പ്രഡിക്ഷൻ. ഓക്കെ, ഹൂ വർ യു ടോക്കിംഗ് ടു? നീ ആരോടാ സംസാരിക്കുന്നത്? ദ മെർച്ചൻ്റ് ആസ്ക്ഡ്. ഈ മെർച്ചൻ്റ് ഇങ്ങനെ ചോദിക്കും, നീ ആരോടാ സംസാരിക്കുന്നത്? അപ്പം ഇവാൻ പറയും, ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. ഇവാൻ റിപ്ലൈഡ്. ഇവാൻ മറുപടി പറയും, ഞാനൊരു വാനമ്പാടിയോട് സംസാരിക്കുകയായിരുന്നു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ? വാനമ്പാടിയോട് സംസാരിക്കുക? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നിനക്ക് എങ്ങനെ അതിന് കഴിയുന്നത്? അപ്പോൾ ഇവാൻ പറയും, ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. ദ മെർച്ചൻ്റ് സ്റ്റേഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. അപ്പോൾ മെർച്ചൻ്റ് എന്ത് ചെയ്യും? ഈ വ്യാപാരി ഇങ്ങനെ തുറച്ചു നോക്കും, ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ തുറച്ചു നോക്കും ഇവാനെ. വാട്ട് വർ യു ടോക്കിംഗ് അബൌട്ട്? ആസ്ക് ദ മെർച്ചൻ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. അപ്പോൾ ഒരു കുറച്ച് ടൈമിന് ശേഷം ഈ വ്യാപാരി ചോദിക്കും, നീ എന്താ പറയണത്? ഇവാൻ വാസ് വറീഡ്. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. അപ്പോൾ ഇവാൻ പേടിയാവും. എന്നിട്ടോ ഇവാൻ ഇങ്ങനെ പതുക്കെ മുറിഞ്ഞ് ഇങ്ങനെ സംസാരിക്കും. ദ നൈറ്റിംഗേൾ സെയ്ഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. അപ്പോൾ നൈറ്റിംഗേൾ എന്താ പറഞ്ഞത്? ആ സീക്രട്ട് ഇവിടെ പറഞ്ഞു അല്ലേ. നൈറ്റിംഗേൾ പറഞ്ഞു, ഞാൻ എന്താവും? രാജാവാവും അല്ലേ. ഇവാൻ രാജാവും ഈ വ്യാപാരി ഇവാൻ്റെ വേലക്കാരനും ആവുമെന്നാണ് ഈ കിളി പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അത് അതേപോലെ ഈ മർച്ചൻറ്റിനോട് പറയും, ഈ വ്യാപാരിയോട് പറയും. അടുത്ത ഭാഗമാണ് ഇൻ ടു ദ ഡീപ്പ് സീ. എങ്ങോട്ടാണ് പോകുന്നത്? ഇൻ ടു ദ ഡീപ്പ് സീ. ആഴക്കടലിലേക്ക് പോവുകയാണ്. ഈ ബോട്ടിൽ ഇവാൻ കിടന്നുറങ്ങുന്നുണ്ടല്ലേ. അപ്പം ഇനി ബാക്കി ഭാഗം നോക്കാം.
ദ merchant വാസ് worried ആൻഡ് remained sleepless for weeks. അപ്പോൾ ഇത് കേട്ടപ്പോൾ മർച്ചൻറ്റിന് ഭയങ്കര പ്രശ്നമായി അല്ലേ. അങ്ങനെ ഇയാൾ കുറേ ദിവസം ഉറങ്ങാതൊക്കെ ഇങ്ങനെ നടന്നു, കുറേ ആഴ്ചകളോളം ഉറക്കമില്ലാതെ നടന്നു അല്ലേ. അത് കേട്ടപ്പോൾ ആർക്കായാലും ടെൻഷൻ ആവില്ലേ. അത്രയും കാലം വ്യാപാരിയായി നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അയാൾ സെർവൻ്റ് ആവുമെന്നാണ് പറഞ്ഞത്. ഇയാൾ സെർവൻ്റോ രാജാവാകുന്നു. അപ്പം മർച്ചൻ്റ് ആകെ ടെൻസ്ഡായി. വൺ നൈറ്റ് ദ മെർച്ചൻ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രോസി. ഒരു ദിവസം രാത്രി ഇവാന് ഒരു ഡ്രിങ്ക് കൊടുത്തു. വെൻ ഇവാൻ ഹാഡ് ഫാൾ asleep the merchant laid him on a boat. അങ്ങനെ ആ ഡ്രിങ്ക് കൊടുത്തിട്ട് ഇവാൻ മയങ്ങി വീണപ്പോൾ മർച്ചൻ്റ് എന്ത് ചെയ്തു, അവനെ ബോട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽ ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവാനെ കിടത്തിയ ഈ ബോട്ട് അങ്ങോട്ട് തള്ളിവിട്ടു, കടലിലേക്ക് അങ്ങോട്ട് തള്ളിവിട്ടു. മെസ്സേജ് ഫ്രം ദി ക്രെയിൻ. ഇനി അടുത്ത സെഷനിലേക്ക് പോവാം. മെസ്സേജ് ഫ്രം ദി ക്രെയിൻസ്. അപ്പോൾ ഇവിടെ വലിയൊരു കപ്പലുണ്ടല്ലേ. ഇനി ആ കഥ എന്താണെന്ന് നോക്കാം. For a long time, the boat moved about on the waves and finally hit a large ship. അങ്ങനെ ഇവാൻ്റെ ബോട്ട് ഇങ്ങനെ പോയി അവസാനം ഒരു വലിയ കപ്പലിനിടിക്കും. The crew on the ship saw Ivan and felt pity for him. അങ്ങനെ കപ്പലിലുള്ള ആളുകൾ ഇവാനെ കാണും, അങ്ങനെ ഭയങ്കര സങ്കടം തോന്നും ഇവാനോട്. They took him to the ship. ഇവാനെ ഇവരെന്ത് ചെയ്യും, ഈ ഷിപ്പിലേക്ക് എടുക്കും, ബോട്ടിൽ നിന്ന് ഷിപ്പിലേക്ക് എടുക്കും. സ്റ്റാൻഡിങ് ഓൺ ദി ഡെക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദി സ്കൈ. അപ്പോൾ ഷിപ്പിൻ്റെ ഡെക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഷിപ്പിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തിനാണ് ഡെക്ക് എന്ന് പറയാം കേട്ടോ. അവിടെ ഇങ്ങനെ എങ്ങോട്ട് നോക്കി നിന്നു, ആകാശത്തിലേക്ക് നോക്കി നിന്നപ്പം ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദി സ്കൈ ഇവാൻ സോ സം ക്രെയിൻസ്. അപ്പം ആകാശത്ത് വളരെ ദൂരത്ത് ഇവാൻ എന്ത് ചെയ്യും, കുറച്ച് ക്രെയിൻസിനെ കാണും, കൊക്കുകളെ കാണും. ദ ക്രെയിൻസ് were predicting a storm. അവരെന്താ ചെയ്യുന്നത്, പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അവർ പ്രവചിക്കണം, ഒരു കൊടുങ്കാറ്റ് വരും എന്നുള്ളത് പ്രവചിച്ചു, മുന്നേ പറയുക അല്ലേ, പ്രെഡിക്റ്റ് ചെയ്യുക. ഹി സെയ്ഡ് ടു ദ സെയിലേഴ്സ് ബി കെയർഫുൾ. അവരെന്നിട്ട് ഈ സെയിലേഴ്സിനോട് ഇവൻ പറയും ബി കെയർഫുൾ, ഐ ഹേർഡ് ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അപ്പോൾ ഇവാൻ ചെന്നിട്ട് പറയും ഈ കൊക്കുകൾ ഇങ്ങനെ ഈ സ്റ്റോം വരുന്നത്, കൊടുങ്കാറ്റ് വരുന്നത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായി നിൽക്കണം എന്ന് പറയും. ലെറ്റ് us എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ. നമുക്കൊരു ഹാർബറിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പെടുമെന്ന് പറയും. യു സിലി ബോയ് കീപ് ക്വയറ്റ്. അപ്പോൾ ആ ക്രൂലുള്ള ആൾക്കാർ പറയും അയ്യോ ചെക്ക മിണ്ടാതിരിക്കുമെന്ന് പറയും അല്ലേ. ദ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് സെയ്ഡ് ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ഷിപ്പിലെ ക്യാപ്റ്റനാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ മിണ്ടാതിരിക്കുന്നൊക്കെ പറയും. പക്ഷേ അപ്പോൾ ഇവരെന്ത് പറയും, ഇവാൻ എന്ത് പറയും, അവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും അല്ലേ, ഇങ്ങനെ അപേക്ഷിക്കും. അടുത്തത് എന്താണ്, ദി സ്റ്റോം, കൊടുങ്കാറ്റ്. അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റീഡ് ദ ഷിപ്പ് ടു ദ ഷോ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. അങ്ങനെ അവസാനം ഈ ഷിപ്പ് എന്ത് ചെയ്യും, ആങ്കേർഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഇട്ടു. നമ്മൾ ബസ്സിനൊക്കെ ബ്രേക്ക് ഉണ്ട്, അതുപോലെ നമ്മളെ സൈക്കിളിന് ബ്രേക്ക് ഉണ്ട്. അങ്ങനെ ഷിപ്പിൻ്റെ ബ്രേക്കാണ് ആങ്കർ കേട്ടോ. അങ്ങനെ ആങ്കർ ഇട്ടു, നങ്കൂരം ഇട്ടു. വിത്തിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വലിയൊരു കൊടുങ്കാറ്റടിച്ചു. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദി സ്കൈ. അങ്ങനെ എന്താണ്, വലിയ തിരമാലകൾ ഉണ്ടായില്ലേ. ദ വിൻഡ് റോർഡ്. അമ്മേ നല്ല വിൻഡാണ് അടിക്കുന്നത് അല്ലേ. ഇങ്ങനെ റോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ശബ്ദം ഉണ്ടാക്കുന്നതിനാണ് റോർ ചെയ്യാന്ന് പറയാം കേട്ടോ. They saw huge waves breaking many ships sailing in the sea. Oh my God. ആ സമയത്ത് അവിടെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന കപ്പലുകളൊക്കെ എന്ത് ചെയ്തു, ഈ വലിയ തിരമാലകൾ വന്നിങ്ങനെ പൊട്ടിച്ച് പോവുകയാണ് അല്ലേ. യു സേവ്ഡ് അവർ ലൈവ്സ് ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. അപ്പോൾ നമ്മുടെ കപ്പലിലെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു, ഇവാനോട് താങ്ക്സ് പറഞ്ഞു, നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയും അല്ലേ. യു സേവ്ഡ് അവർ ലൈവ്സ്. അടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗമായ നോയ്സി ബേർഡ് സ്റ്റാർട്ട് ചെയ്യാം. ദ കിങ് ഓഫ് ദി കൺട്രി വാസ് വെരി മച്ച് annoyed. അപ്പോൾ ഒരു രാജ്യത്തിലെ രാജാവ് വളരെ ബുദ്ധിമുട്ടിലാണ്. annoyed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രശ്നത്തിലാണ്. ഓക്കെ. മെനി ക്രൗസ് പേഴ്സ്ഡ് ഓൺ ദി വിൻഡോസ്. ഒരുപാട് കാക്കകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എവിടെ, ജനലുകളിൽ അല്ലേ.
walls and roof of the palace and even on the trees nearby. അപ്പോൾ എവിടേക്കാണ് കാക്കകൾ ഇരിക്കുന്നത്? ജനലുകളിലിരിക്കുന്നുണ്ട്, പിന്നെ വാൾ ഭിത്തികളിലിരിക്കുന്നുണ്ട്, റൂഫിലിരിക്കുന്നുണ്ട് അല്ലേ, മുകൾ ഭാഗത്തിരിക്കുന്നുണ്ട്. എവിടെയാണ്? കൊട്ടാരത്തിൻ്റെ അല്ലേ, കൊട്ടാരത്തിൻ്റെ മുകളിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ കാക്കകൾ ഇങ്ങനെ ഇരിക്കുക. പിന്നെ കൊട്ടാരത്തിനോട് ചേർന്നിട്ടുള്ള മരങ്ങളിലും ഈ കാക്കകൾ ഇരിക്കുന്നുണ്ട് അല്ലേ. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം. ഇതിനെ എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കുന്നു ആർക്കും അറിയില്ല. ഇവാൻ വെന്റ് ടു ദ പാലസ്. യുവർ മെജസ്റ്റി, ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദി ക്രോസ്, ഇവാൻ സെയ്ഡ്. അപ്പോൾ ഇവാൻ പോയിട്ട് പറയും, രാജാവേ ഇവരെ ഞാൻ ഒഴിവാക്കിക്കോളാം എന്ന് പറയും. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ. ഓ മൈ ഗോഡ്. അപ്പോൾ എന്ത് പറയും? രാജാവ് പറയും, നിനക്ക് അതിന് കഴിയെങ്കിൽ നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരും എന്ന് പറയും, കല്യാണം കഴിപ്പിച്ച് തരും എന്ന് പറയും. ദ കിങ് സെയ്ഡ്. അങ്ങനെ രാജാവ് അത് പറയും. ഇവാൻ ആസ്ക് ദ സെർവൻറ്റ് ടു ഓപ്പൺ ദി വിൻഡോസ്. അപ്പോൾ ഇവാൻ പറയും അവിടുത്തെ വേലക്കാരോട് ആ ജനൽ തുറക്കാൻ വേണ്ടി പറയും. ഹി ലിസൺ ടു ദ ക്രൗസ് ഫോർ എ വൈൽ. എന്നിട്ട് എന്ത് ചെയ്യും? കാക്കകളെ ഇങ്ങനെ ശ്രദ്ധിക്കും. ആര്? ഇവാൻ അല്ലേ. കാക്കകളുടെ ഭാഷ അറിയാലോ, കിളികളുടെ ഭാഷ അറിയാലോ. അപ്പോൾ അവരെന്താ പറയുന്നതെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ദെൻ ഹി വെന്റ് ടു ദ കിങ് അഗെയിൻ. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും രാജാവിൻ്റെ അടുത്തേക്ക് ഇവാൻ പോകും. അടുത്ത ഭാഗമാണ് ഹോംലെസ് ബേർഡ്സ്. ഹോംലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടില്ലാത്ത അല്ലേ. അപ്പോൾ വീടില്ലാത്ത പക്ഷികൾ. ഇവാൻ ബോഡ് ബിഫോർ ദ കിങ് ആൻഡ് സെയ്ഡ്, ഓ ലോർഡ്, the crows are homeless because your men are cutting down the trees they are living on. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ബോഡ് ബിഫോർ ദ കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രാജാവിനെ ഇങ്ങനെ വണങ്ങും. വണങ്ങിയിട്ട് പറയും, ഈ പക്ഷികളൊക്കെ വീടില്ലാത്ത പക്ഷികളാണ്. അതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ ആൾക്കാർ അവരുടെ മരങ്ങളൊക്കെ വെട്ടിയതുകൊണ്ടാണ് അല്ലേ. അവർ ജീവിച്ചിരുന്ന മരങ്ങളൊക്കെ വെട്ടി, അവർ കൂട് വെച്ച മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് അവർക്ക് കൂടില്ല എന്ന് ചെന്ന് പറയും. ദേ വാണ്ട് യുവർ മാൻ ടു സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അപ്പം ഈ പക്ഷികൾക്ക് എന്താ വേണ്ടത്? ഈ രാജാവിൻ്റെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, മരം വെട്ടുന്നത് നിർത്തണം എന്ന് പറയും. ദ കിങ് ഓർഡേർഡ് ഹിസ് മാൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീ. അപ്പോൾ രാജാവ് എന്ത് ചെയ്യും? മരം മുറിക്കുന്നത് നിർത്താൻ വേണ്ടി ഓർഡർ കൊടുക്കും അല്ലേ. ദ ക്രോസ് ഫ്ലൂ അവേ വൺ ആഫ്റ്റർ അനദർ ആൻഡ് ഡിസപ്പിയർഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ കാക്കകളൊക്കെ പറന്ന് അകലും അല്ലേ. അങ്ങനെ ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാതാവും. ഓക്കെ. ദ കിങ് ഗോട്ട് ദ പ്രിൻസസ് മാരീഡ് ടു ഇവാൻ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ രാജാവ് വാക്ക് പാലിക്കും അല്ലേ. ഇവാനെ തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും. ഓക്കെ. ദസ് ഇവാൻ ബിക്കേം ദ കിങ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവാൻ അവിടുത്തെ രാജാവാകും അല്ലേ. യെസ്. ദസ് ഇവാൻ ബിക്കേം ദ കിങ്. ഹി റൂൾഡ് ദ കിങ്ഡം വൈസ്ലി. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ഇവാൻ എന്ത് ചെയ്യും? ഈ രാജ്യം ഇങ്ങനെ ഭരിക്കും. ബേർഡ്സ് ഓൾവേസ് വാണ്ട് ഹിം അബൌട്ട് സ്റ്റോംസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഇവാൻ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ടു സേവ് ഹിസ് പീപ്പിൾ. അപ്പോൾ ഈ കിളികളൊക്കെ എന്ത് ചെയ്യും? ഈ കൊടുങ്കാറ്റ് വരുന്നതും, സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം. ഈ ദുരന്തങ്ങൾ വരുന്നതൊക്കെ ഇങ്ങനെ വാൺ ചെയ്തുകൊണ്ടിരുന്നു. വാൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ കിളികൾ ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തു. ആർക്ക്? ഇവാന്. ഓക്കെ. അപ്പം എന്ത് ചെയ്യും? ഇവാൻ എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ ആക്ഷൻസ് എടുക്കും. അവൻ്റെ രാജ്യത്തിലെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികളൊക്കെ ഇവാൻ എടുക്കും അല്ലേ. ലോങ് ലീവ് കിങ് ഇവാൻ, പീപ്പിൾ പ്രേസ് ഹിസ് വിസ്ഡം. അപ്പം ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ ഇങ്ങനെ പറയും, ഇവാൻ നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തും അല്ലേ. പ്രേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തുക. ഓക്കെ. അടുത്ത ഭാഗമാണ് എ ന്യൂ സെർവൻറ്റ്. ഒരു പുതിയ വേലക്കാരൻ. വേലക്കാരൻ തൊപ്പിയൊക്കെ വെച്ചിട്ടല്ലേ. ഓക്കെ. ഇയേഴ്സ് പാസ്റ്റ്. വർഷങ്ങൾ കഴിഞ്ഞു. വൺ ഡേ എൻ ഓൾഡ് മാൻ കെയിം ടു ഇവാൻസ് പാലസ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരാൾ വന്നു. ആര്? വൺ ഡേ ഓൾഡ് മാൻ അല്ലേ. ഒരു പ്രായം ചെന്ന ഒരാൾ ഇവാൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഇവാൻ ഓർഡേർഡ് ഹിസ് ഗാർഡ്സ് ടു ബ്രിങ് ഹിം ഇൻസൈഡ്. അപ്പം ഇവാൻ അവൻ്റെ ഗാർഡിനോട് പറയും ഇയാളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയും. ദ ഓൾഡ് മാൻ ഇൻ ഷാബി ക്ലോത്ത്സ് അപ്പിയർഡ് ബിഫോർ ഹിം. ഷാബി ക്ലോത്ത്സ്. അപ്പം ഈ പ്രായം ചെന്ന ആൾ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെയാണല്ലോ ഇട്ടത്. ഷാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള. ഓക്കെ. എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യും?
ഇവാൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. ഹി വാസ് സോ ടയർഡ്. അയ്യോ, അയാൾ വളരെ ക്ഷീണിതനാണ് അല്ലേ, ടയേർഡാണ്. ഡിയർ ഓൾഡ് മാൻ, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, ഇവാൻ ആസ്ക്. അപ്പോൾ ഇവാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? അപ്പം ഈ ഓൾഡ് മാൻ പറയും, ഓ യുവർ മജസ്റ്റി, ഐ ലോസ് മൈ വൈഫ് ആൻഡ് ഓൾ മൈ വെൽത്ത്. അപ്പം എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലിവിങ്. അപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല ജീവിക്കാൻ. ഐ ആം ഓൾഡ് ആൻഡ് കനോട്ട് വർക്ക്. ഞാൻ വളരെ പ്രായം ചെന്നതും അതുപോലെ തന്നെ എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു. എന്നെ ഇവിടെ നിർത്തുമോ, ഞാൻ നിങ്ങളെ സേവിക്കാം എന്ന് പറയും. ആര് പറയും? ഈ പ്രായം ചെന്ന ആൾ പറയും അല്ലേ. സേ ദ ഓൾഡ് മാൻ. ഇവാൻ അപ്പോയിൻറ്റഡ് ഹിം ആസ് ഹിസ് സെർവൻറ്റ്. അപ്പോൾ ഇവാൻ എന്ത് ചെയ്യും? ഈ പ്രായം ചെന്ന ആളെ അവിടുത്തെ വേലക്കാരനായിട്ട് നിയമിക്കും. ഓക്കെ, അടുത്ത ഭാഗമാണ് ദ നൈറ്റിംഗേൾ ഈസ് ബാക്ക്. ആ വാനമ്പാടി തിരിച്ചു വന്നു. ദ നൈറ്റിംഗേൾ ഈസ് ബാക്ക്. വൺ നൈറ്റ് ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. അപ്പോൾ ഒരു ദിവസം രാത്രി ഇവാൻ അവൻ്റെ രാജകീയമായ ബെഡിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദി വിൻഡോ. ഇവാൻ ഇങ്ങനെ പുറത്തേക്ക്, ഇവാനിപ്പോൾ രാജാവാട്ടോ, ഇങ്ങനെ വിൻഡോ കൂടെ ഇങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുക. എ ഫുൾ മൂൺ വാസ് റൈസിങ്. അപ്പോൾ അന്ന് പൂർണ്ണചന്ദ്രനാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്, ഒരു പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. ലിറ്റിൽ സ്റ്റാർസ് were blinking to greet the moon. അപ്പം കുഞ്ഞു സ്റ്റാറുകൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ബ്ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ട്. ടു ഗ്രീറ്റ് ദ മൂൺ, ഈ മൂണിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ട്. എ സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് ടു ദ റൂം. ആഹാ, നല്ലൊരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കാറ്റ് വരുന്നുണ്ട്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം കേട്ടോ. എന്തിൻ്റെ സുഗന്ധം കൊണ്ടാണ് വരുന്നത്? വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ, കാട്ടുപൂക്കളുടെ സുഗന്ധം കൊണ്ട് ഇങ്ങനെ നല്ലൊരു ഇളം കാറ്റ് ഇങ്ങനെ ഈ റൂമിലേക്ക് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് അല്ലേ. ഫ്രം ദ ഡിസ്റ്റൻസ് സ്കൈ ഇവാൻ ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗേൾ. ഇപ്പം ഇവാൻ എന്ത് കേട്ടു? ഒരു വാനമ്പാടിയുടെ പാട്ട് ഇങ്ങനെ കേട്ടു അല്ലേ. ഫ്രം ദ ഡിസ്റ്റൻസ് സ്കൈസ്, എവിടെ നിന്നോ കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് മൈ നൈറ്റിംഗേൾ, അതെൻ്റെ വാനമ്പാടിയാണ്. ഇവാൻ സ്റ്റുഡ് അപ്പ് ആൻഡ് വെന്റ് ടു ദ വിൻഡോ. ഇവാൻ എഴുന്നേറ്റ് നിന്നിട്ട് ജനലിൻ്റെ അടുത്തേക്ക് പോയി. സൂൺ ദ നൈറ്റിംഗേൾ കെയിം ടു ഹിം ആൻഡ് സാറ്റ് ഓൺ ദ വിൻഡോ സിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വാനമ്പാടി പറന്ന് വന്നിട്ട് ഈ ജനൽപ്പടിയിലിരുന്നു. വിൻഡോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനൽപ്പടിയാണ് കേട്ടോ. ദേ സ്പോക്ക് ഫോർ എ ലോങ് ടൈം. അവർ ഒരുപാട് നേരം സംസാരിച്ചു. ആസ് യു സെയ്ഡ് ഐ ബിക്കേം ദ കിങ്. നീ പറഞ്ഞ പോലെ ഞാൻ രാജാവായി. ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ മെർച്ചൻറ്റ്, ഇവാൻ ആസ്ക്. പക്ഷെ ആ മെർച്ചൻറ്റിന് എന്ത് സംഭവിച്ചു? ആ വ്യാപാരിക്ക് എന്ത് സംഭവിച്ചു? ഓ യുവർ മജസ്റ്റി, ഹീസ് ഇൻ യുവർ പാലസ് ആൻഡ് ഹീസ് സെർവിങ് യു. എൻ്റെ രാജാവേ, അയാൾ ഈ കൊട്ടാരത്തിലുണ്ട്, നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. സേയിങ് ദിസ് നൈറ്റിംഗേൾ ഫ്ലൂ എവേ ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ടു ദ സ്കൈ. ഇത് പറഞ്ഞുകൊണ്ട് ഈ വാനമ്പാടി ആകാശത്തേക്ക് പറന്നകന്നു. യുവർ മജസ്റ്റി, സപ്പർ ഈസ് റെഡി. അപ്പോൾ ഒരാൾ വന്ന് പറയും, രാജാവേ സപ്പർ റെഡിയാണ് അല്ലേ. സപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി കഴിക്കുന്ന ഭക്ഷണം. ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് അറ്റ് ഹിസ് ഡോർ. അപ്പോൾ ആ പറഞ്ഞ ആളെ നോക്കും. ആരാണത്? ആ ഓൾഡ് സെർവൻ്റ് ആണല്ലേ. ഹീ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. അതാരാ? ഇവാൻ്റെ പണ്ടത്തെ മാസ്റ്റർ ആയിരുന്നു. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ അല്ലേ, പണ്ടത്തെ യജമാനനായിരുന്നു. അപ്പം ഇവാൻ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹീ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റോറി. അപ്പോൾ ഇവാൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ.